അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന 7 അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇസ്ലാമിക ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് തഹജ്ജുദ് നിസ്കാരത്തിനുള്ളത്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും ഉറങ്ങുന്ന പാതിരാത്രിയിൽ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ മറ്റൊരു വലിയ ആരാധനയുമില്ല. എന്നാൽ ഈ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ അനുഭൂതിയെ പൂർണ്ണമാക്കുകയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിലെ ഈ സംഗമം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു വിരുന്നുകൂടെയാണ്. തഹജ്ജുദിന് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന 7 സുപ്രധാനമായ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അള്ളാഹുവിൻ്റെ പ്രത്യേക സാമീപ്യവും സാന്നിധ്യവുമാണ്. രാത്രിയുടെ അവസാന 1/3 ഭാഗം അള്ളാഹുവിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതലുള്ള സമയമാണ്. എൻ്റെ അടിമ എന്നോടൊന്നും പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ അവന് ഉത്തരം നൽകാം എന്ന് അള്ളാഹു ചോദിക്കുന്ന മനോഹര സമയമാണിത്. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത ശേഷമാണ് പരിശുദ്ധ ഖുർആനിലേക്ക് കടക്കുന്നത്. ഈ സമയം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ വ്യക്തിയിൽ വർഷിക്കപ്പെടുന്നു. ഭൗതികമായ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി അള്ളാഹുവിനോട് നേരിട്ട് സംവദിക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാകുന്നു. 2. ഹൃദയശാന്തിയും ആത്മീയ ഉണർവുമാണ്. ആധുനിക കാലഘട്ടത്തിലെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മോചനം നേടാൻ ഏറ്റവും മികച്ച ഔഷധമാണ് നിശാസമയങ്ങളിലെ ഖുർആൻ പാരായണം. ഖുർആൻ ഒരു രോഗശമനമാണ്. തഹജ്ജുദിൻ്റെ നിശബ്ദതയിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അത് മനസ്സിനെ ശാന്തമാക്കുകയും ആത്മീയമായ ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. ഹൃദയത്തിലെ അഴുക്കുകൾ നീക്കി ഈമാൻ വർദ്ധിപ്പിക്കാൻ ഈ സമയം ഏറെ സഹായകമാണ്. 3. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം രാത്രിയാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പകൽ സമയത്തെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും വിഭിന്നമായി രാത്രിയിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അത് മനസ്സിനെ കൂടുതൽ ആഴത്തിൽ സ്പർശിക്കുന്നു. ഓരോ ആയത്തിൻ്റെയും അർത്ഥവും ആശയവും ഗ്രഹിക്കാനുള്ള ഏകാഗ്രത ഈ സമയത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. 4. കാര്യം ഉന്നതമായ സ്ഥാനമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയ പ്രതിഫലം മഖാമും മഹ്മൂദ് അഥവാ സ്തുത്യർഹമായ പദവിയാണ്. ഖുർആൻ പാരായണം കൂടി ഇതിനോടൊപ്പം ചേരുമ്പോൾ ആ പദവി കൂടുതൽ ഉന്നതമാകുന്നു. ഖുർആനുമായി സമയം ചിലവഴിക്കുന്നവരെ അള്ളാഹു തൻ്റെ പ്രത്യേക ദാസന്മാരായി പരിഗണിക്കും. പരലോകത്ത് ഏറ്റവും ഉയർന്ന സ്വർഗ പദവികൾ ലഭിക്കാൻ ഇത്തരം അമലുകൾ കാരണമാവുകയും ചെയ്യും. 5. പാപമോചനവും ശുദ്ധീകരണവുമാണ്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിനോടുള്ള പാപമോചനമാണ്. പാതിരാത്രിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീർ പൊഴിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തുടർന്ന് ഖുർആൻ ഓതുമ്പോൾ ആ വചനങ്ങൾ പാരായണം ചെയ്യുന്നവൻ്റെ ഹൃദയത്തെ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കുന്നു. ഓരോ അക്ഷരവും ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പുണ്യവും പാപമോചനവും വലിയ ഒരു അനുഗ്രഹം കൂടെയാണ്. 6. ജീവിതത്തിലെ ബറക്കത്തും ഐശ്വര്യവുമാണ്. രാത്രിയിൽ എഴുന്നേറ്റ് ആരാധനയിൽ മുഴുകുന്നവർക്ക് അള്ളാഹു അവരുടെ പകൽ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുന്ന ദിവസം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ജോലിയിലായാലും കുടുംബജീവിതത്തിലായാലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായവും ബറക്കത്തും അനുഭവപ്പെടും. ഒരു വിശ്വാസിയുടെ സമ്പൂർണ്ണമായ വിജയത്തിന് ഇതുപോലുള്ള രാവുകൾ അടിത്തറവാവുകയാണ്. 7. ഖിയാമത്ത് നാളിലെ ശുപാർശകനായിരിക്കും ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ആ ഖുർആൻ തന്നെ വലിയ ഒരു ശുപാർശകനായി വരും. നിശബ്ദമായ രാത്രികളിൽ ഖുർആനുമായി പ്രണയത്തിലായവർക്ക് അള്ളാഹുവിങ്കൽ പ്രത്യേകമായ ഒരു പരിഗണന ലഭിക്കും. ഭയങ്കരമാകുന്ന ഖിയാമത്ത് നാളിൽ ഖുർആൻ പാരായണത്തിൻ്റെ വെളിച്ചം അവന് സുരക്ഷിതത്വവും ആശ്വാസവും നൽകും. തഹജ്ജുദ് നിസ്കാരവും ഖുർആൻ പാരായണവും വെറും ചടങ്ങുകൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവുമായുള്ള ഒരു ആത്മീയമായ ഉടമ്പടിയാണ്.
ഈ 7 നേട്ടങ്ങളും ലഭിക്കാൻ ചിട്ടയായ ഒരു ജീവിതശൈലി നിർബന്ധമാണ്, അത്യാവശ്യമാണ്. എല്ലാ ദിവസവും കുറച്ച് സമയം നിശാസമയങ്ങളിൽ ഖുർആന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിൻ്റെ സ്നേഹവും സാമീപ്യവും തന്നെയായിരിക്കും. മരിക്കുന്നതിൻ്റെ മുമ്പ് ധാരാളം ഖുർആനുകൾ പാരായണം ചെയ്യാൻ, ഖത്മുകൾ പാരായണം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.